വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡേ. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ മധൂസ് വിഷ് എന്ന ഇംഗ്ലീഷ് ലെസനാണ്. നമുക്ക് ആ പാഠത്തിൻ്റെ 2-ാം പാർട്ടാണ് ഇപ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. 1-ാമത്തെ പാർട്ട് കേൾക്കാത്തവർ അതും കൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1-ാമത്തെ പാർട്ടിലെ ലെസനാണ് തീർത്തിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ആൻസർ ദ ഫോളോവിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ആൻസർ ദ ഫോളോവിങ് ഒക്കെ ഒന്ന് നോക്കാം. ലെറ്റ് us think, നമുക്ക് ആലോചിക്കാം. ആൻസർ ദ ഫോളോവിങ്. വാട്ട് ഡിഡ് മധു എൻജോയ്? അപ്പോൾ അതാണ് ചോദ്യം 1-ാമത്തത്. വാട്ട് ഡിഡ് മധു എൻജോയ്? എന്താണ് മധു എൻജോയ് ചെയ്തതെന്ന്. മധു എൻജോയ്ഡ് ഈറ്റിംഗ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ്. അതാണ് ഉത്തരം. ഇനി 2-ാമത്തേത് നോക്കാം. 2. ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ ഹാഡ് മാജിക്കൽ പവേഴ്സ്? ഹൗ ഡു യു നോ? ഡു യു തിങ്ക് ദ ഓൾഡ് മാൻ ഹാഡ് മാജിക്കൽ പവേഴ്സ്? ആ പ്രായം ചെന്ന മനുഷ്യന് മാന്ത്രിക ശക്തി വല്ലതും ഉണ്ടായിരുന്നോ? ഹൗ ഡു യു നോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. യെസ്, ദ ഓൾഡ് മാൻ ഹാഡ് മാജിക്കൽ പവേഴ്സ്. അങ്ങനെയാണ് പറയേണ്ടത്. Yes, the old man had magical powers. He told that the tree would give anything he asked, and it did the same. നമുക്കതൊന്ന് മലയാളത്തിൽ പറഞ്ഞു നോക്കാം. Yes, the old man had magical powers. പ്രായം ചെന്ന വ്യക്തിക്ക് മാജിക്കൽ പവർ ഉണ്ടായിരുന്നു കേട്ടോ. അയാൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു. He told that the tree would give anything he asked, and it did the same. ആ മരം അത് ചെയ്യുകയും ചെയ്തു. 3. വൈ ഡിഡ് ദ ട്രീ ആസ്ക് മധു ടു തിങ്ക് ഓവർ ഹിസ് വിഷ്? എന്തുകൊണ്ടാണ് മരം മധുവിനോട് പറഞ്ഞത് തൻ്റെ ആഗ്രഹം ഒന്ന് പരിചിന്തിക്കണമെന്ന്, ഒന്നുകൂടി ആലോചിക്കണമെന്നതിനെപ്പറ്റി? ദ ട്രീ വാണ്ടഡ് മധു ടു നോ ദാറ്റ് ദർ ആർ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാൻ ഫുഡ്. സോ ഹി ആസ്ക്ഡ് ഹിം ടു think over his wish. So he asked him to think over his wish. Now, name some of the things that Madhu ate. 4-ാമത്തെ ചോദ്യം. Name some of the things that Madhu ate. Madhu ate many fruits. Madhu ate many fruits like mango, apple, banana, oranges, etc. He also ate savories like matri, samosas, kachori, potato chips and vada. അടുത്തത് തിങ്ക് ആൻഡ് സേ. ആലോചിക്കുക, പറയുക. 1. ഹാവ് യു എക്സ്പീരിയൻസ് ഹിക്കഫ്? നിങ്ങൾക്ക് ഹിക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം യെസ്, ഉണ്ടായിട്ടുണ്ട്. അത് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്നതല്ലേ, അതുകൊണ്ട് നമുക്കത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പിന്നെയോ? യെസ്, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹിക്കഫ് എന്ന് ഉത്തരം പറയാം കേട്ടോ. 2. വാട്ട് ഡു യു ഡു വെൻ യു ഗെറ്റ് ഹിക്കപ്സ്? ഹിക്കപ്പ് ഉണ്ടാകുമ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഐ ഡ്രിങ്ക് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കും അല്ലേ. ടു സ്റ്റോപ്പ് ദ ഹിക്കപ്പ്. ഈ ഹിക്കപ്പൊക്കെ നിർത്താനായിട്ട് നമ്മൾ വെള്ളം കുടിക്കും. ഐ ഡ്രിങ്ക് വാട്ടർ ടു സ്റ്റോപ്പ് ഹിക്കപ്പ്. ഡു യു തിങ്ക് വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ്? വെള്ളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വെള്ളം പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വൈ ഡു യു തിങ്ക് സോ? എന്താ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നത്? എന്താ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഇങ്ങനെ പറയാം. യെസ്, വാട്ടർ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, വാഷിംഗ്, cooking and for watering the plants. വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ഡ്രിങ്കിങ്ങിന്, കുടിക്കുന്നതിന്, പിന്നെ കുക്കിങ്ങിന്, ആഹാരം പാകം ചെയ്യുന്നതിന്, വാഷിങ്ങിന്, പിന്നെയോ ഫോർ വാട്ടറിങ് ദ പ്ലാന്റ്സ്, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതിന്. അടുത്തത് 4-ാമത്തെ ചോദ്യം. ഇഫ് യു ആർ ഇൻ മധുസ് പ്ലേസ്, നിങ്ങൾ മധുവിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിലേ വാട്ട് വുഡ് യു വിഷ് ആൻഡ് വൈ? നിങ്ങൾ എന്തായിരുന്നു ആഗ്രഹിക്കുമായിരുന്നത്? ഐ വുഡ് വിഷ് ഫോർ ദ
well-being of the family members. വീട്ടിലെ എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ അനുഗ്രഹം തേടിയേന് മരത്തോടില്ലേ. വൈ എന്ന ചോദ്യമില്ല അതിന്. ബിക്കോസ് ഹെൽത്ത് ഈസ് വെൽത്ത്. അതുകൊണ്ടാണ്. നമുക്ക് അടുത്ത പേജ് നോക്കാം. മധു എൻജോയ്ഡ് ദ ഫോളോവിങ് ഐറ്റംസ്. റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് ബാസ്ക്കറ്റ്. ഒരു ഹെൽപ്പ് ബോക്സ് തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. ബനാന, ഖീർ, മെലൺ, ഗുവാവ, കച്ചോരി, പൊട്ടറ്റോ ചിപ്സ്, ലഡു, വട, ജാക്ക് ഫ്രൂട്ട് ആൻഡ് സമോസ. അത്രയും കാര്യങ്ങൾ അതുണ്ട്. അത് ഹെൽപ്പ് ബോക്സിലാണ്. അപ്പം നമുക്ക് അതിനെ എല്ലാം എടുത്ത് ഓരോ കുട്ടയ്ക്കകത്താക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ കുട്ടയാണ്. അപ്പോൾ എന്തെല്ലാം പെറുക്കിയിടും നമ്മൾ? ബനാന, മെലൺ, ഗുവാവ, ജാക്ക് ഫ്രൂട്ട്. അത്രയും കാര്യങ്ങളാണ് ഫ്രൂട്ട്സിൻ്റെ കുട്ടയിലിടുന്നത്. ഇനി അടുത്തത് നോക്കാം. സ്വീറ്റ്സിൻ്റെ കുട്ടയിൽ നമ്മൾ എന്തൊക്കെ ഇടും? സ്വീറ്റ്സിൻ്റെ കുട്ടയിൽ ഖീർ, ലഡു എന്നിവ ഇടാം. അവയ്ക്ക് നല്ല മധുരമാണ്. അതുകൊണ്ട് നമുക്ക് സ്വീറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഇനപ്പെടുത്താം. അപ്പോൾ രണ്ടാമത്തെ കുട്ടയിൽ ഖീറും ലഡുവുമാണ് ഇടാൻ പറ്റുക. ഇനി മൂന്നാമത്തെ കുട്ടയുണ്ട്, അത് സോൾട്ടി സ്നാക്സിനുള്ളതാണ്. അത് ഏതൊക്കെയാണ്? അവത്തിൽ നമുക്ക് എന്തൊക്കെ പെറുക്കിയിടാം? പൊട്ടറ്റോ ചിപ്സ് ഇടാം, ഇല്ലേ? ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സ്, കച്ചോരി ഇടാം, സമോസ, വട, അതൊക്കെ നമുക്ക് മൂന്നാമത്തെ കൊട്ടയിൽ നിക്ഷേപിക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കുട്ടയിൽ നമ്മളെല്ലാം നിക്ഷേപിച്ച് കഴിഞ്ഞു. 3 കൊട്ടയിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഈ സാധനങ്ങളെല്ലാം നിറച്ചു. കണ്ടില്ലേ? അത് നിങ്ങൾ നോക്കിയിട്ടേ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ കേട്ടോ. അടുത്തത് റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. 1. മധു ഷെയർഡ് ഹിസ് ഫുഡ് വിത്ത് ദ ഓൾഡ് മാൻ. മധു ആ പ്രായം ചെന്ന വ്യക്തിയുമായിട്ട്. അപ്പോൾ മധു എങ്ങനെയുള്ളയാളാ? മധു ഈസ് കൈൻഡ്. മധു നല്ല ദയുള്ള ആളാണ്. കൈൻഡ് മീൻസ് ദയുള്ള. മധു ഈസ് കൈൻഡ്. ഇനി രണ്ടാമത്തെ നോക്കാം. മധു വാണ്ടഡ് ടു ഈറ്റ് എവറിങ്. മധുവിനെല്ലാം കഴിക്കണം. ഹീ ഈസ് ഗ്രീഡി. അവന് ആർത്തിയുള്ളവനാണ്, ഫുഡിനോട് ആർത്തിയുള്ളവൻ. അതാ മധു വാണ്ടഡ് ടു ഈറ്റ് എവറിങ്. ഹീ ഈസ് ഗ്രീഡി. അവൻ ആർത്തിയുണ്ട്. ഗ്രീഡി മീൻസ് ആർത്തിയുള്ള. 3. ദ ഓൾഡ് മാൻ ഗേവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് മധു. ആ പ്രായമുള്ളയാളെ ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുത്തു മധുവിന്. അപ്പോൾ അദ്ദേഹം എങ്ങനെയുള്ളതാണ്? ഹീ ഈസ് ജനറസ്. അദ്ദേഹം ഉദാര മനസ്കനാണ്. എന്തും ദാനം ചെയ്യുന്ന സ്വഭാവമുള്ളയാളാണ്. അതുകൊണ്ടാണ് ദ ഓൾഡ് മാൻ ഗേവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് മധു. ഹീ ഈസ് ജനറസ്. അദ്ദേഹം ഉദാര മനസ്കനാണ്. ഇനിയും അടുത്ത പേജ് നോക്കാം. കണ്ടില്ലേ? ചൂസ് എ വേർഡ് ഫ്രം ദ ബോക്സ് ടു ഡിസ്ക്രൈബ് ദ പീപ്പിൾ ബിലോ. ഒരു ബോക്സിൽ കുറേ വാക്കുകൾ തന്നിട്ടുണ്ടേ. അതുപയോഗിച്ച് നമുക്ക് താഴെയുള്ളവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കണം. ചൂസ് എ വേർഡ് ഫ്രം ദ ബോക്സ് ടു ഡിസ്ക്രൈബ് ദ പീപ്പിൾ ബിലോ. താഴെ തന്നിരിക്കുന്ന ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആ വാക്കുകൾ ഉപയോഗിക്കണം. 1. ബ്രേവ്. ബ്രേവ് മീൻസ് ധൈര്യമുള്ള. 2. പൊളൈറ്റ്. പൊളൈറ്റ് മീൻസ് മര്യാദയുള്ള, ഉപചാരമുള്ള, എളിമയുള്ള എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പൊളൈറ്റ് കഴിഞ്ഞ് ഇനി സെൽഫിഷ്. സെൽഫിഷ് എന്നാൽ അർത്ഥം സ്വാർത്ഥതയുള്ള. ലേസി മീൻസ് മടിയൻ. ഇനി നമുക്കത് ഫില്ല് ചെയ്യാം. 1. പ്രമോദ് ഡസ് നോട്ട് ഷെയർ ഹിസ് ടോയ്സ് വിത്ത് എനിവൺ. പ്രമോദ് ആരുമായിട്ടും കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യില്ല, അല്ലേ? അവൻ കളിപ്പാട്ടങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ സ്വാർത്ഥതയുള്ളവനാണ്. ഹീസ് സെൽഫിഷ്. പ്രമോദ് ഡസ് നോട്ട് ഷെയർ ഹിസ് ടോയ്സ് വിത്ത് എനിവൺ. ഹീ ഈസ് സെൽഫിഷ്. 2. ദ വുമൺ സേവ്ഡ് ദ ബോയ് ഫ്രം ദ റോബർ. സ്ത്രീയെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. ഷീ ഈസ് ബ്രേവ്. അവൾ ധൈര്യമുള്ളവളാണ്, അല്ലേ? ബ്രേവ്, ധൈര്യമുള്ള. അദ്വൈത് ഈസ് ഓൾവേസ് ലൈയിങ് ഇൻ ബെഡ് ആൻഡ് ഡൂയിങ് നത്തിങ്. അദ്വൈതേ എപ്പോഴും കട്ടിലേ കിടക്കും, ഒന്നും ചെയ്യുകയില്ല. ഷീ ഈസ് ലേസി. അവൾ മടിച്ചിയാണ്. ഷീ ഈസ് ലേസി. അവൾ മടിയുള്ള ആളാണ്. ഇനി 4. പ്രേമ ഓൾവേസ് വിഷസ് എവരി വൺ ഇൻ ദ മോർണിംഗ്. പ്രേമ എപ്പോഴും വിഷസ് എവരി വൺ ഇൻ ദ മോർണിംഗ്. ആ രാവിലെ ആൾക്കാരെ കാണുമ്പോൾ വിഷ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ്? ഷീ ഈസ് പൊളൈറ്റ്.
അവൾ പൊളൈറ്റാണ് എന്ന് പറഞ്ഞാൽ അവൾ ഉപചാരമുള്ളയാളാണ്, എളിമയുള്ളയാളാണ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അടുത്തത്, റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. താഴെ പറയുന്ന വാക്കുകളൊക്കെ ഒന്ന് വായിക്കുക. 1. സാം ഈസ് വാച്ചിങ് ടെലിവിഷൻ. നോക്കിയേ, സാം ടെലിവിഷൻ നോക്കിയിരിക്കുക. 2. പ്രതാം ഈസ് വാച്ചിങ് ടെലിവിഷൻ. പ്രതാമും ടെലിവിഷൻ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ചേർത്ത് അങ്ങനെ പറയും, ബോത്ത് സാം ആൻഡ് പ്രതാം ആർ ഡൂയിങ് ദ സെയിം ആക്ടിവിറ്റി. അടുത്തത്, ദ 2 സെൻറ്റൻസസ് ക്യാൻ ബി കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ സെൻറ്റൻസ്. 2 സെൻറ്റൻസ് നമുക്ക്, 2 വാചകങ്ങൾ നമുക്ക് ഒന്നിച്ച് ചേർക്കാം. 2 sentences can be combined into a single sentence. അങ്ങനെ ഒന്നിച്ച് ചേർത്ത് ഒറ്റ വാചകമാക്കാം. സാം ആൻഡ് പ്രതാം ആർ വാച്ചിങ് ടെലിവിഷൻ. അത് പറഞ്ഞാൽ ഒറ്റ വാചകമായി. നൗ ലുക്ക് അറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. അമൻ ഹാസ് എ പെൻ. അമന് ഒരു പേനയുണ്ട്. രണ്ടാമത് പറയുകയാണ്, അമൻ ഹാസ് എ പെൻസിൽ. അമൻ ഒരു പെൻസിലുണ്ട്. മൂന്നാമത് വീണ്ടും പറയുന്നത്, അമൻ ഹാസ് ആൻ ഇറേസർ. അമന് ഒരു റബ്ബറുണ്ട്. ഈ 3 വാചകങ്ങൾ നമുക്ക് ഒന്നിച്ച് പറയാവുന്നതാണല്ലേ. അമനൊരു പേനയും പെൻസിലും ഒരു ഇറേസറും ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലേ. അതെങ്ങനെയാണ് പറയുന്നത്? അമൻ ഹാസ് എ പെൻ, എ പെൻസിൽ ആൻഡ് ആൻ ഇറേസർ. ലെറ്റ് us take one more examples. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാവേ. 1. സാം വർക്ക്സ് ഇൻ ദ ആഫ്റ്റർനൂൺ. സാം ഉച്ച കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത്. പ്രതാം വർക്ക്സ് അറ്റ് നൈറ്റ്. പ്രതാം രാത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ബോത്ത് സെൻറ്റൻസസ് ടോക്ക് അബൌട്ട് ഡൂയിങ് വർക്ക്. രണ്ടും ജോലി ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ബട്ട് ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചേർക്കും? സാം വർക്ക്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ബട്ട് പ്രതാം വർക്ക്സ് അറ്റ് നൈറ്റ് എന്നാ പറയുക. സാം വർക്ക്സ് ഇൻ ദ ആഫ്റ്റർനൂൺ ബട്ട് പ്രതാം വർക്ക്സ് അറ്റ് നൈറ്റ്. അടുത്തത്, റീറൈറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് യൂസിങ് ആൻഡ് ബട്ട്. ആൻഡും ബട്ട് ചേർത്ത് റീറൈറ്റ് ചെയ്യണം. ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഐ ഈറ്റ് ആൻ ഓറഞ്ച്, ഐ ഈറ്റ് എ പീച്ച്. അത് 3 ഒന്നിച്ച് വേണം. ഐ ഈറ്റ് ആൻ ആപ്പിൾ, ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. ഐ ഈറ്റ് ആൻ ഓറഞ്ച്, ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചു. ഐ ഈറ്റ് എ പീച്ച്, അവൻ ഈ പീച്ച് കഴിച്ചു. ആൻഡ് ചേർത്ത് പറയണം. അതങ്ങനെ പറയും, ഐ ഈറ്റ് ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച് ആൻഡ് എ പീച്ച്. ഐ ഈറ്റ് ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച് ആൻഡ് എ പീച്ച് എന്നാണ് പറയേണ്ടത് കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.